ബെസ്റ്റ് ഓണ്ടർപ്രണർ ഇൻ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഫോർ ദ ഇയർ ഓഫ് 2000. പട്ടിയുടെ വീഡിയോ അല്ല, ഈ കുട്ടിയുടെ വീഡിയോ ആണ്. നമ്മുടെ എംബ്രോയിഡറി യൂണിറ്റിന്റെയും അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ 6-7 മാസമായില്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇഷ്ടം പോലെ കമന്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ലോൺ എടുത്ത് എങ്ങനെയാണ്, ഇത് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ്, പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇല്ല പുല്ല് എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെയാണ് കിട്ടിയേക്കുന്നത്. അത് മാത്രമല്ല കരുനാഗപ്പള്ളിയുടെ അല്ലേ, താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസ് കരുനാഗപ്പള്ളി, പിന്നെ ശാസ്താംകോട്ട പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ബെസ്റ്റ് ഓണ്ടർപ്രണർ ഇൻ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഫോർ ദ ഇയർ ഓഫ് 2024. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് അത്യാവശ്യം നല്ല സ്ഥാപനങ്ങൾ 359 ഓണ്ടർപ്രണേഴ്സ് വേറെ ഉള്ളവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിത് വലിയ കാര്യം തന്നെ. നമുക്ക് ഇത് ചെറിയ അവാർഡാണ്. ഇപ്പൊ അവാർഡിന്റെ ലെവലൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ അവാർഡാണെങ്കിലും നമുക്കൊരു വലിയ അവാർഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോരോ നേരത്തെ കമന്റ്സ് ഇട്ട് ചോദിച്ചവർ മെയിനായിട്ട് ചോദിച്ചേക്കുന്ന കാര്യം എന്ന് പറയാം, ഒന്നാമത്തെ ഇതൊക്കെ ഇതേപോലൊരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുത്താൽ അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ചുമ്മാതെ വീട്ടിലിരുന്ന് സമയം കളയുന്നവരുണ്ടെങ്കിൽ എടുക്കുക, ഇതേപോലെ എന്തെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഇവിടെ നമ്മുടെ എന്താണ് കേരളത്തില് ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടേ ഇല്ല എന്നുള്ള ഒരു നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല. അല്ല ഒരുപാട് ഇതുണ്ട്. ഇപ്പം മെയിൻ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും കൊമേഴ്സ്യൽ ഓഫീസ് കാണും. അവിടെ നമ്മൾ എല്ലായിടത്തെയും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടേത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തായിരുന്നു. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് നല്ലോണം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ കരുനാഗപ്പള്ളി കൊമേഴ്സ്യൽ ഓഫീസാണ് നമ്മുടെ ഇവിടെ മെയിൻ വരുന്നത്. അവിടുത്തെ എല്ലാ ഓഫീസേഴ്സും അതേപോലെ തന്നെ സ്റ്റാഫും എല്ലാം ഏത് സമയത്ത് എന്ത് ഹെൽപ്പ് വേണേലും വിളിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഇവിടെ ശാസ്താംകോട്ട ഗിരിജ മാഡം ആണ്, വളരെ സപ്പോർട്ടീവ് ആണ്. എന്ത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. ലോണിന് വേണ്ടി നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കാനറ ബാങ്ക് മുദ്ര ലോൺ അല്ല നമുക്ക് മുദ്ര ലോണിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പൊ നമ്മുടെ ഒരു പ്രോജക്റ്റിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും വെച്ചിട്ട് കൊമേഴ്സ്യൽ ഓഫീസിലെ സാറ് നമുക്ക് കെൽസ് എന്ന് പറയുന്ന പ്ലാനാണ് എനിക്ക് റെഫർ ചെയ്തത്. അതും കാനറ ബാങ്കിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവർ 3 പേരെ നമുക്ക് എടുത്ത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. എന്റെ കൂട്ടത്തിൽ ഇത്തന്ന സമ്മാനത്തിന് സന്തോഷം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം വർക്കിനുള്ള സപ്പോർട്ടാണ് നല്ലോണം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം ഓരോ ഏരിയയിലും അതേപോലെ തന്നെ ഓരോ ബാങ്കിലും പല പല രീതിയായിരിക്കും. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഒരു നേച്ചർ വെച്ചിട്ടായിരിക്കും നമുക്ക് ലോൺ ആണെങ്കിൽ. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുവാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ എംബ്രോയിഡറി യൂണിറ്റ് ആണ് തുടങ്ങിയത്. അപ്പൊ അതിന് ഒരു മനസ്സിലൊരു ഐഡിയ കാണുമല്ലോ, എന്തൊക്കെ മെഷീൻ വേണം, ഏകദേശം എത്ര ബഡ്ജറ്റ് ആവും, നമുക്ക് എന്തുവാണ് നമ്മുടെ പ്ലാന്, ഇത് എവിടാണ് നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ഐഡിയ ആയിട്ട് നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് റെഡിയാക്കണം. പ്രോജക്ട് റിപ്പോർട്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ഇപ്പം കൊമേഴ്സ്യൽ ഓഫീസിൽ തന്നെ നമുക്കത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3000-3500 രൂപയ്ക്കാണ് ഒരു പ്രോജക്ട് റിപ്പോർട്ടൊക്കെ നമ്മള് അതിന്റെ. ഇതിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കരുനാഗപ്പള്ളിയാണ്. എല്ലായിടത്തും ഉണ്ടോ നമുക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കുക. എന്തായാലും ഇത്രയും ഐഡിയ വെച്ചിട്ട് അത് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതുമായിട്ട് പോയി കൊമേഴ്സ്യൽ ഓഫീസിൽ സംസാരിക്കുക അല്ലേ. നിങ്ങളുടെ എവിടെ അതേപോലെ മെഷീൻ വാങ്ങുന്നതിന്റെ കൊട്ടേഷൻസും അതും വേണം അവിടെ പോകുമ്പോ. ഓക്കെ. അപ്പൊ അതായത് ഏകദേശം അതിന്റെ എമൗണ്ട് എത്ര ആവും എന്നുള്ള ഐഡിയ എല്ലാം വേണം. അതുമായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് പ്രോജക്ട് റിപ്പോർട്ട് ആവും. പിന്നെ പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുവാണ് അടുത്ത് അല്ലേ, അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യും. ബാങ്കിൽ നിന്നാണ് ലോൺ സാങ്ഷൻ ആയിട്ട് വരേണ്ടത്. അപ്പം ബാങ്കിൽ നമ്മൾ ബാങ്ക് മാനേജറെ നേരിട്ട് കാണുക. നേരിട്ട് കണ്ടതിന് ശേഷം ഇത് സബ്മിറ്റ് ചെയ്യണം അല്ലേ. സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ഡിലേ ഇല്ലാതെ തന്നെ ഒരാഴ്ച ഇതെല്ലാം ആയി കഴിഞ്ഞ് ഇപ്പം നമ്മുടെ സിവിൽ സ്കോറും അതേപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ഇതും എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഫണ്ട് ഇതാവും. ഉദ്യം അക്കൗണ്ട് ഇല്ലേ? ഉദ്യം അക്കൗണ്ട്. ഇപ്പൊ നമ്മളൊരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ഇത് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഉദ്യം സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ ഇതേപോലുള്ള എല്ലാവരുടെയും കൂടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, അത്രേ ഉള്ളൂ. പഞ്ചായത്തിന്റെ ഡീറ്റെയിൽസും വേണം അല്ലേ. അക്ഷയയിൽ ചെയ്ത് തരും. ഇതൊന്നും പാടില്ല. ഇതെല്ലാം എളുപ്പം, നമ്മളൊന്ന് മെനക്കെട്ട് ഇറങ്ങണമെന്നേ ഉള്ളൂ. ഒരാഴ്ച ഒന്ന് കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ സംഭവം എല്ലാം റെഡി ആവും അല്ലേ. അപ്പം ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യും. ബാങ്കിൽ നിന്നാണ് ലോൺ സാങ്ഷൻ ആവുന്നത്. ലോൺ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് കിട്ടുമല്ല ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ടിലല്ല. നമ്മൾ ആ ഒരു കൊട്ടേഷൻ കൊടുക്കുമല്ലോ. ഇപ്പം ഇതിന്റെ വെച്ചിട്ട് തന്നെ പറയാം, ഈ മെഷീൻ നമ്മൾ വാങ്ങിക്കാനായിട്ട്
ആയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് അടുത്ത 6 ലക്ഷം 5,70,000. ഇത് മാത്രമല്ല നമ്മള് വേറെ കുറെ എല്ലാം കൂടെ വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ അത്രയും എമൗണ്ട് ഉണ്ടായിരുന്നു. അതിന്റെ 75% ലോൺ കിട്ടും, 25% നമ്മൾ എടുക്കേണ്ടി വരും, അങ്ങനല്ലായിരുന്നു. അപ്പൊ ആ എമൗണ്ട് എത്രയാണോ അത് ഡയറക്റ്റ് ഈ മെഷീൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് ബില്ല് പോകും. ഓക്കെ, അങ്ങനെ വരുന്നത്. നമ്മുടെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് വരും, അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും, അങ്ങനെ പോകത്തുള്ളൂ. നമ്മുടെ ക്യാഷ് ആയിട്ടല്ല കിട്ടുന്നത്. നമ്മുടെ കിട്ടത്തില്ല, ഡയറക്റ്റ് അങ്ങ് പോകത്തതേ. ഓക്കെ, അതിനു ശേഷം നമുക്ക് പിന്നെ നടന്നതെന്ന് പറയുന്നത് ഈ മെഷീൻ അവർ ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. പിന്നെ ഇതിന്റെ ഈ മെഷീന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ പിന്നെ ആണല്ലോ വർക്ക് നടക്കുന്നത്. ഇത് അവര് ഇതിന്റെ ഡെമോ ഒക്കെ കാണിച്ചു തരും, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ക്ലാസ് അവിടെ കിട്ടുമെന്നുള്ളത്. അത് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ തന്നെ മെഷീന്റെ ഡെമോ അത് 3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് അവരിതെല്ലാം കാണിച്ചു തന്ന് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടേ അവര് പോകത്തുള്ളൂ. അപ്പൊ ഇതിന് 2 കാര്യങ്ങൾ വേണം. ഒന്നെന്ന് പറയുന്നത് ഈ മെഷീൻ, രണ്ടാമത്തേന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ, ലാപ്ടോപ്പ് സോഫ്റ്റ്വെയർ. ഇതെല്ലാം നമ്മുടെ ലോണിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് പോകും കേട്ടോ. ലോണിനകത്ത് ഇതെല്ലാം കൂടെ ചേർത്തല്ലേ ഇവിടെ എടുത്തേക്കുന്നത് നമ്മള് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ. ഇത് നമ്മളൊരു വർക്കിന് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് വിൽകോം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഈ ഇപ്പൊ അയച്ചേക്കുന്നതെന്ന് പറയുന്നത് ആരും നമുക്ക് ഇതിന് തന്നെ അല്ലേ, ചരട് കെട്ടിന് വേണ്ടിയിട്ട് അല്ലേ, ചരട് ഷർട്ടിന്റെ സൈഡിൽ വരുന്ന റെഫറൻസ് പിക്ക് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ. അപ്പൊ ചരട് കെട്ടിന് വേണ്ടിയിട്ട് നമുക്ക് റെഫറൻസ് പിക്ചർ അയച്ചു തരും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ഉണ്ടാക്കും. ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഷർട്ടിന്റെ സൈസിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ സൈസിൽ നമ്മൾ എന്താണ്, ഇതൊരു വീണ, ഒരു മയിൽപ്പീല് ചെയ്തു, അതെല്ലാം അവർ പറയുന്ന അനുസരിച്ചാണ്. അതിന്റെ കൂട്ടത്തിൽ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ പേരെഴുതി ഇത്രയും കാര്യം ഇതിൽ ഡിസൈൻ ചെയ്തിട്ട് ഇത് നമുക്ക് പെൻഡ്രൈവിലോട്ട്, ഇത് വേറെ പെൻഡ്രൈവ് ആണ്, ഇതിന് പെൻഡ്രൈവിലോട്ട് സേവ് ചെയ്യാൻ പറ്റും. ഈ സോഫ്റ്റ്വെയർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തവരല്ലേ അവര് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ചെയ്തു തരാറുണ്ട്. നമ്മൾ എന്തായാലും നമ്മുടെ സേവനത്തിന് വേണ്ടിയിട്ട് അത് പർച്ചേസ് ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഡിസൈൻ ചെയ്യാനായിട്ട് അതിന്റെ ഇവിടെ കുറെ ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുവാണ്. ഇതിനകത്ത് വരയ്ക്കുന്നത് നല്ല പാടാണ്, മൗസ് വെച്ച് വരയ്ക്കുന്നതും പാടാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡ്രോയിങ് പാഡ് യൂസ് ചെയ്യാറുണ്ട്. ഡ്രോയിങ് പാഡ് ഒന്ന് എടുത്തോണ്ട് വരാമോ? അപ്പൊ ഡ്രോയിങ് പാഡ് യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് വരയ്ക്കും. വരച്ചിട്ട് ഇഷ്ടമുള്ള കളറുകളൊക്കെ, ഈ കാണുന്ന കളർ ആയിരിക്കത്തില്ല കേട്ടോ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ. അപ്പൊ ആ കളർ കൊടുത്തിട്ട് ഇത് പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്യും. കോപ്പി ചെയ്തിട്ട് ആണ് നമ്മൾ ഇതിന്റെ സൈഡിൽ ഈ കുത്തിയേക്കുന്ന പെൻഡ്രൈവ് ഇല്ലേ, ഇതിനകത്തോട്ട് സേവ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് കുത്തി ഇവിടെ ലോഡ് ചെയ്തെടുക്കും. ലോഡ് ചെയ്ത് നമ്മൾ ഇത്രയും വരച്ചേക്കുന്നതാണ് ഈ കിടക്കുന്നതല്ല. ഇത് കണ്ടോ, ഇഷ്ടംപോലെ ഡിസൈനുകൾ ഇതേപോലെ വരച്ച് ഈ കിടക്കുന്നത് കണ്ട, ഇതാണ് സംഭവം ഇപ്പൊ കണ്ടത്. ഇത് തന്നെ കുറെ പേർക്ക് ഓർഡർ വന്നു, ഒരാളുടെ പേരിന്റെ അവിടെ കിടന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചൂസ് ചെയ്ത് അത് കാണിച്ചു തരാം. അപ്പം ഇതിനകത്തോട്ട് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതെന്ത് വരുന്നത്, ഡ്രോയിങ് ബോർഡ് കൊണ്ടുവന്നേ കേട്ടാ. ഇത് ഞാൻ ചെയ്യുന്ന പാട്ടെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന ഇതിനകത്ത് വരയ്ക്കുന്നതും വരച്ചിട്ട് അവിടെ വരെ എത്തിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇല്ലവിടെ DST ഫോർമാറ്റിലാക്കി എനിക്ക് തരാം. ഇതിനകത്തുള്ള ഫോർമാറ്റ് നമുക്കിപ്പോ എന്താണ് PDF ഫോർമാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് എക്സ്പോർട്ട് ചെയ്യുന്നത് DST എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. ഈ DST എന്ന് പറയുന്ന ഫോർമാറ്റ് മാത്രമേ ആ മെഷീൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഫോർമാറ്റ് ആക്കി കൊടുക്കുന്ന അത്രയും പാർട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കൂടാതെ ഞാൻ പിന്നെ വീഡിയോസിന് ഉള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിനുശേഷമാണ് മാധു ചെയ്യുന്നത്. മാധു ഇതിനകത്തുനിന്ന് കാണിച്ച ഈ പടം തന്നെ നടത്തേ, പെൻഡ്രൈവിലാക്കി ഇവിടെ എത്തി കഴിഞ്ഞാൽ നമ്മളിതില് കളേഴ്സ് ആഡ് ചെയ്യും. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ അവിടെ വരച്ച കളറൊന്നും ആയിരിക്കത്തില്ല ഇതിൽ കാണിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമ്മൾ ഇതേപോലെ ആക്കിയിട്ട് കൊടുക്കാം. ഇത് മാത്രമല്ല, ഇപ്പൊ ഇതിനകത്ത് ഈ കാണിച്ചേക്കുന്ന നമ്പർ ഉണ്ടോ, അതായത് 1 മുതൽ 12 വരെയുള്ള നമ്പർ ഉണ്ട്. ഇതിനകത്ത് 1 മുതൽ 12 വരെയുള്ള നീഡിലും ഉണ്ട്. അപ്പൊ ഓരോ നീഡിലിനും ഇവിടെ ഓരോ കളർ കാണിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കും, ഇഷ്ടമുള്ള കളർ ആക്കി കൊടുക്കും. അത് മാത്രം പോരാ, ഇവിടെ ഈ 12 നീഡിലിനും ഉള്ള 12 നൂലിടാൻ പറ്റിയ ഓരോ പോയിന്റുകളുണ്ട്. അതിലേക്കൂടെ അതാണ്ട് ഈ ഇറങ്ങി വരുന്നത്. ഇത് കണ്ട, ഓരോ സൂചിയിലോട്ടും നൂല് വരും. അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനകത്ത് കിടന്ന് പറഞ്ഞ് അലമ്പാക്കുന്നില്ല. അത് ആ ഡെമോ കാണിക്കാൻ വരുന്നവർ അതെല്ലാം കാണിച്ചു തരും, അതിന്റെ വീഡിയോയും തരും. അപ്പൊ നമുക്കൊരു മിസ്സിങ് പറ്റിയാലും അവർ വീഡിയോ കോൾ ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുള്ള വീഡിയോ നോക്കിയിട്ടോ ചെയ്യാം. അപ്പൊ ഇത്രയും ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ഫ്രെയിം സെറ്റ് ചെയ്യുകയാണ്. അതേപോലെ പൊസിഷൻ ഇതെന്ന് പറയുന്ന ഒരു വലിയ ഫ്രെയിമാണ് കേട്ടോ. ഇത് 0.8 മീറ്റർ അല്ലേ, 0.8 മീറ്റർ വീതിയും 0.5 മീറ്റർ നീളമുള്ള വീതിയുള്ള. അപ്പൊ അത്ര. ഇത് കൂടാതെ വേറെ ഫ്രെയിം ഉണ്ട് കേട്ടോ, കൊച്ചു ഫ്രെയിമുകൾ ഇതുപോലുള്ള ഉണ്ട്. ഇതാണ്ട് ആ കിടക്കുന്ന എല്ലാ ഫ്രെയിമുകളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് ഉള്ള ഏത് ഫ്രെയിമാണോ ആ സൗകര്യം അനുസരിച്ചിട്ടുള്ള ഫ്രെയിം സെറ്റ് ചെയ്യും. പിന്നെ നൂലുകളും ക്വാളിറ്റി ഉള്ളത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജോലിയില്ല.
ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റിച്ച് ആയിക്കോളും. അഥവാ ഇടയ്ക്കെങ്ങാനും നൂല് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അലാം അടിക്കുമ്പോൾ നമ്മൾ വന്ന് വീണ്ടും നൂലിട്ട് കൊടുക്കും. പിന്നെ ഇത് ഡ്രസ്സിനകത്താക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ് ആണ് അടുത്ത സ്റ്റേജ്. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിന്റെയും ഫോട്ടോ ഞാൻ ഇതിനകത്ത് കാണിച്ചേക്കാം. അത്രയാണ് ഇതിനകത്ത് പ്രൊഡക്ഷൻ ഉള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഇതല്ല. അതിനാണ് മൂന്നാമത്തെ ടീംസ് കമന്റ് ഇട്ടേക്കുന്നത്. നമുക്ക് ഇതേപോലുള്ള തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പ്രോഫിറ്റ് അല്ല. ചിലര് ഈ മെഷീൻ എടുത്തതിന് ശേഷവും ഭയങ്കര ലോസ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവിടെ മിസ്സായി പോകുന്ന പാർട്ട് മാർക്കറ്റിംഗ് ആണ്. നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ മാത്രം അത് പോകണമെന്നില്ല. നമ്മൾ മാർക്കറ്റ് കണ്ടെത്തണം. നമ്മുടെ രാജ്യത്ത് ചിലര് കമന്റ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്, അതായത് നമ്മളിതിങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അബദ്ധമാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കോമ്പറ്റീഷൻസ് ആള് കൂടും, എന്താണ് നമുക്ക് നഷ്ടം വരും, നമ്മൾ അവസാനം ഔട്ടാവും, ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ഉള്ള കാര്യം കൊണ്ട് വായി വെച്ച് തരത്തില്ല. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 158 160 കോടിയുണ്ട്. അപ്പൊ അതിനകത്തുനിന്നൊരു 1% മാത്രം തോണ്ടുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പാട്ട്. നമ്മൾ 1% പോലും എടുത്തിട്ടില്ല. നമുക്ക് അത്രയും പോലെയുള്ള കപ്പാസിറ്റി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ചിലര് പറഞ്ഞിട്ടുണ്ട് ഇത് അവരുടെ കയ്യിൽ 9 ഹെഡുള്ള മെഷീൻ ഉണ്ട്. ഇത് ഒരു ഹെഡാട്ടോ, ഒരു ഹെഡില് 12 നീഡില്. ഇതേപോലെ 9 ഹെഡുള്ള മെഷീൻ ഉണ്ട്, 11 ഹെഡുള്ള ഉണ്ട്, 12 ഹെഡുള്ള ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ലോസ് ആണ്, അതാ കമന്റ്. എന്നിട്ടും ലോസ് എന്നാണ് കമന്റ്. ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ബാക്കി എല്ലാം നല്ലോണം ചെയ്ത് ചിലപ്പോൾ നമ്മളെക്കാട്ടി നല്ലോണം ഡിസൈൻ ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളെക്കാട്ടി നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, മാർക്കറ്റ് കണ്ടെത്തുന്നതിൽ ഫെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഒരു സാധനം തന്നെ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെഡ് കൊണ്ട് കാര്യമുള്ളൂ. നമ്മൾ കൂടുതലും കസ്റ്റമൈസ്ഡ് വർക്ക്, അപ്പൊ നമുക്ക് ഒരുപാട് നമ്മൾ ആദ്യമേ തീരുമാനിച്ചായിരുന്നു. നമുക്ക് അതായത് ഒരാൾക്ക് ഒരു ഡ്രസ്സ് വേണ്ട ഒരാളിനെ ഫോക്കസ് ചെയ്യണോ, അതോ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ എന്താണ് അവർക്കിപ്പോ ബൾക്കായിട്ട് ഒരു 50 എണ്ണം, ഒരേ സാധനം 50 എണ്ണം വേണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 ഹെഡ് കൊണ്ട് പോലും വർക്ക് നടക്കത്തില്ല. അതേപോലെ ഒരുപാട് മെഷീൻസ് വേണ്ടി വരും. നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ ഇൻഡിവിജ്വൽസിനെയാണ് ഫോക്കസ് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇത്ര 160 കോടി ജനങ്ങളുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് പേരെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. വർക്ക് ചെയ്യുന്ന വർക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്യുക, അത് ഇപ്പൊ കൊറിയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ജോലി. മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഈ മാസം വാങ്ങിച്ച ആള് നെക്സ്റ്റ് അടുത്ത മാസം വാങ്ങിക്കത്തില്ല, അല്ല അടുത്ത വർഷമേ വാങ്ങിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ വെറൈറ്റി കസ്റ്റമേഴ്സിലോട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് എത്തിക്കാൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നമ്മുടെ എത്ര ആയിരുന്നു? 41K ആയിട്ടുണ്ട്. അതെ. അത് 0 തുടങ്ങിയതാണ്. അതിനകത്തൊക്കെ നല്ലോണം അത് തന്നെയാണ് എഫർട്ട് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഡിസൈനിങ് അല്ലാതെ ഇതിനകത്ത് എന്റെ ജോലികളൊന്നും ഇല്ല, എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. കൊടുക്കൈ ഓക്കെ. ചിലർ ഇതിനും കളിയാക്കിയിട്ടുണ്ട്, ഇത് അവരുടെ സ്ഥാപനം, നിനക്കെന്താ ഇവിടെ പണി എന്നൊക്കെ ഉള്ളത്. അതില് നമ്മൾ അഭിമാനിക്കുവാണ് വേണ്ടത്, അതും കൂടെ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അങ്ങനല്ലയോ വേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. ആണ് നമുക്ക് നിന്റെ എന്റെ ഒന്നും ഇല്ല, ഞങ്ങളുടെയാണ്, നമ്മുടെയാണല്ല. ഓക്കെ. പിന്നെ നമ്മള് ഇപ്പൊ ചില കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോ നമുക്ക് ഇല്ലേ, നമുക്ക് ഒരിക്കലും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല ചില ആൾക്കാരെ നമുക്കിപ്പോ ഈ ഇതിനകത്ത് വരുന്ന കമന്റ് ബോക്സിലുള്ളവരെ തന്നെ നമുക്ക് പലരെയും മാനേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അവരുടെ അനുഭവങ്ങളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പേര് കാണും. നമ്മൾ എന്ത് കൊടുത്താലും തൃപ്തിയാകാത്തവര് കാണും. അപ്പൊ അങ്ങനെയുള്ള ചിലരെ ഒഴിവാക്കുകയും ചിലരെ നമ്മൾ എന്താണ് വേറെ ഒരു രീതിയിൽ പറയുകയും ഒക്കെ വേണം. അതിനകത്ത് എല്ലാത്തിനകത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സപ്പോർട്ട് വേണ്ടി വരും. എന്റെ ഫീൽഡ് സൈക്കോളജിയാണ്. അതിനകത്ത് മാർക്കറ്റിംഗ് സൈക്കോളജി വരും, ഡോഗ് സൈക്കോളജി വരും, ഹ്യൂമൻ സൈക്കോളജി ആണല്ലോ ഇതെല്ലാം. അങ്ങനെയുള്ള ഇതൊക്കെയാണ്. അപ്പം ഇത്രയും കാര്യം ഇതിനകത്തുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ മെഷീൻ എടുക്കുന്ന ഇതിന്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം അല്ലേ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ബാംഗ്ലൂരിലത്തെയും കേരളത്തിലെയും കൊടുത്തേക്കാം. അപ്പം പിന്നെ സർവീസിന് ഉള്ള കോൺടാക്ട് നമ്പർ തരുമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അതും തരാം. ഈ കഴിഞ്ഞ വീഡിയോയുടെ താഴെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് എന്താണ് ഈ സോഫ്റ്റ്വെയറിൽ ഈ മെഷീനിൽ വർക്ക് ചെയ്യുന്നവർ കമന്റ് ഇട്ടിട്ടുണ്ട്. അവര് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാന്നൊക്കെ പറഞ്ഞു. അവരുടെ കമന്റ്സും നോക്കാം, അവരെ വേണേലും കോൺടാക്ട് ചെയ്യാം. അവർ നമുക്ക് പേഴ്സണലി അറിഞ്ഞൂടാ കേട്ടോ. നമുക്ക് സപ്പോർട്ട് തരുന്നവരുടെ നമ്പർ ഇട്ടേക്കാം. നമുക്ക് നമ്മളെ സപ്പോർട്ട് തരുന്നവരുടെ നമ്പർ ഇട്ടേക്കാം, അല്ലാതെ വേറെ ആരുടെ നമ്പർ ഇടാനായിട്ട് പറ്റത്തില്ല. എനിക്ക് ഇവിടെ സർവീസിന് വരുന്നതും അതേപോലെ നമ്മൾ ഇത് എവിടുന്നാ വാങ്ങിച്ചത് അവരുടെയൊക്കെ കോണ്ടാക്ട് നമ്മൾ തരാം.
പിന്നെ ഈ മെഷീൻ എന്താണ് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നവർക്ക് അവർ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ അവർ എനിക്ക് 2000+ ഡിസൈൻസും പിന്നെ വേറെ എന്തൊക്കെയോ ഫ്രീ ഉണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ ഡിസൈൻസ് ഒന്നും തന്നിട്ടില്ലായിരുന്നു. അല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഓടിപ്പോയി എടുത്തിട്ട് കാര്യമില്ല, നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ പഠിക്കണം. മെഷീൻസ് വാങ്ങുന്ന എല്ലാവരുടെയും കയ്യിൽ ആ 2000 ഡിസൈൻസ് കാണും. അപ്പം നമുക്ക് എപ്പോഴും യുണീക്ക് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട്. നമ്മുടെ ഒരു കസ്റ്റമർ അൺനോൺ ആയിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളായിരിക്കും. അവർക്ക് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്യാവോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു 90% അങ്ങനെ വരുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കണ്ടിട്ട് ഇത് തരാമോ എന്ന് ചോദിക്കുന്ന 3% ആൾക്കാരൊക്കെ ഉള്ളൂ നമ്മളുടെ ഇത് ചെയ്യുന്നത്. ഇല്ലെന്ന് പറയത്തില്ല, ഉണ്ട് ഒരുപാട് പേരും ഉണ്ട്. ചേച്ചി ചെയ്തത് ഓരോരോ സീസൺ വരുമല്ലോ, അപ്പൊ അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇറങ്ങുമ്പോ ആ കൂട്ടത്തില് വരും. കൂടുതലും നമുക്ക് റഫറൻസ് പിക്ക് ഇപ്പം ചില ഇൻഫ്ലുവൻസേഴ്സിന്റെയോ അല്ലെങ്കിൽ ആക്ട്രസിന്റെയോ ഒക്കെ അല്ലെങ്കിൽ അവരുടെയൊക്കെ കുട്ടികളുടെ ഒക്കെ ഫോട്ടോസ് അയച്ചിട്ട് ഈ മോഡൽ ചെയ്യുമോ എന്നാണ് കൂടുതലും ചോദിക്കുന്നത്. പിന്നെ നമുക്ക് അല്പം എന്താണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടി കൂടാണ് പല കാര്യങ്ങളും നമ്മൾ ലിമിറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തൊരു ഓഫീസും റൂമും ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറുന്ന കാര്യം ഒരുപാട് പേര് ഇങ്ങനെ പഞ്ചായത്തിൽ നിന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ വിൽക്കുന്ന എമൗണ്ട് കൂട്ടേണ്ടി വരും. എന്നാൽ മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്റെ ഒരു ഇപ്പൊ ഉള്ള ഒരു ഫ്രീഡത്തിൻ്റെത് പകുതിയായിട്ട് നമുക്കിപ്പോ ഇതിനകത്ത് ഇത് അടിക്കാൻ ഇട്ടിട്ട് അപ്പുറത്ത് പോയി ചോറിട്ട് തിരിച്ചു വന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രമല്ല അത് എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോഴത്തേനും അത് കസ്റ്റമറിലോട്ട് എത്തും, കസ്റ്റമറിന്റെ റേറ്റ് കൂടും. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ എന്താണ് മാർക്കറ്റില് നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ അതിനെക്കാട്ടിൽ കുറച്ച് റേറ്റിൽ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നവർക്ക് അതിനെക്കാട്ടി കുറച്ച് റേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, മെഷീൻ നമ്മൾ ആദ്യം എടുത്ത് ഇതാണ്, ഇതൊന്ന് കാണിച്ചായിരുന്നു. കൂടാതെ നമ്മുടെ വേറെ ഇത് നമുക്ക് മാനുവൽ ആയിട്ട് ആയിട്ട് ഇതിനകത്ത് നല്ലോണം ചെയ്യുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു സെയിം ഫിനിഷിംഗിൽ തന്നെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ടൈം എടുക്കും അത്രയും, ഒരാളിരുന്ന് അത്രയും പണിയാണ്. ഇതിനകത്ത് ആകുമ്പോഴത്തേനും നമുക്ക് ആ സമയത്ത് ക്രിയേറ്റീവ് ആയിട്ട് ഒരു സ്റ്റാഫിനെ നമ്മൾ അതിനു വേണ്ടി വെച്ചേക്കേണ്ടി വരും. ഇതാവുമ്പം ഇയാളെ തന്നെ അങ്ങ് പണിയെടുത്തോളും, വേറെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള നോർമൽ സർവീസുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ വലിയ വലിയ സർവീസുകളൊന്നും വന്നില്ല. ഇപ്പൊ എത്ര വർഷമായിട്ട് നമുക്ക് ഇപ്പം നമ്മള് വർഷത്തിന് ഒരു സർവീസ്. ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതായത് ഡ്രോയിങ് പാഡ് ഏതാണ്ട് എത്ര 1600 അത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെ വലുത് കിട്ടും കേട്ടോ. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. 6000-നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉള്ളത് കിട്ടും. നമ്മള് അതായത് നമ്മുടെ കയ്യിൽ വലുതായിട്ട് ക്യാഷ് ഒക്കെ വരുന്നതിന് മുമ്പാണ് ഇത് വാങ്ങിച്ചത്. അപ്പൊ അതുകൊണ്ട് ചെറുതാ വാങ്ങിച്ചേക്കുന്നത്. ഇത് ഞാൻ പിന്നെ വേറെ നിങ്ങൾക്ക് ഇനി അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അതായിട്ടൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്തു തരാം കേട്ടോ. അല്ലാതെ എല്ലാം കൂടി ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇനി ഇതെടുത്ത് ഇതിന് സ്വിച്ച് ഒന്നും ഇല്ല. ഇത് കേബിൾ വെച്ച് അതിനകത്തോട്ട് കണക്ട് ചെയ്യും. അതുപോലെ പേനയുണ്ട്, പേന വെച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അത് അവിടെ തെളിയും. മൗസിന് പകരമുള്ള സാധനമാണ്. പക്ഷെ ഇത് ബ്ലൂടൂത്ത് ഒക്കെ കിട്ടും കേട്ടോ. ഈ ടൈപ്പ് സാധനങ്ങൾ ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അല്ലേ. ഇനി ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് അത് പറയേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പം ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ആവശ്യമുള്ളവര് ഇല്ലൂടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഒരു ഏജ് കഴിയുമ്പോഴത്തേന് ഒരുപാട് ലേഡീസ് ഒക്കെ തന്നെ വർക്കിന് പോകാതെ വീട്ടിലിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു 40 to 50-60 ഡിപ്രഷൻ അടിക്കും. അപ്പൊ നമ്മള് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ 40 വരെയൊന്നും പോകുന്നില്ല, അതിന് മുമ്പേ ഡിപ്രഷൻ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ചിലര് ജോലിക്ക് പോകുന്നവരുണ്ട്, ചിലര് വീട്ടിലിരിക്കുന്നവരുണ്ട്. ഈ ജോലിക്ക് പോകുന്നവരിലും നല്ലൊരു വിഭാഗത്തിന് ഡിപ്രഷൻ ഉണ്ട്. കാരണം അവരൊരു സ്ട്രെസ്സിനകത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഓരോരോ പണി, അതുകൊണ്ട് വർക്ക് ചെയ്തോണ്ടേ ഇരിക്കും. മറ്റേ നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കുന്ന ഒരു ജോലി ചെയ്ത് പോകുമല്ലേ. അപ്പൊ ഇത് പിന്നെ പ്രിന്റർ വേണം കേട്ടോ. പ്രിന്റർ നമുക്ക് കൊറിയർ അയക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്ക്. ഇത് കളർ പ്രിന്റർ ആണ്. ഇതിന് എത്ര ആയിരുന്നു? 6000 അല്ലേ? 9000 ആയിരുന്നു കേട്ടോ. ഓഫർ റേറ്റ് 9000 ആണെന്ന് തോന്നുന്നു. അത് HP-യുടെ പിന്നെ പേപ്പറുകളൊക്കെയാണ് സ്ഥിരം റണ്ണിങ് ഉള്ള കവർ അയക്കാനുള്ള പാക്കറ്റുകൾ, തുണി സ്ഥിരമായിട്ട് എടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മളിത് അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ചെയ്യത്തില്ലെങ്കിലും ഇടയ്ക്ക് എല്ലാം കൂടി ഇതേപോലെ റിപ്ലൈ അടിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കാണിക്കാനെടുത്തത് ഇതിനകത്ത് ഉള്ള നമുക്ക് തന്നവർക്കും തന്നപ്പോൾ പിന്തുണച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഒന്ന് ടാറ്റ പറഞ്ഞേരെ.